ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്യൂസാണ്. നമുക്കറിയാം സ്കൂളുകളിലും മറ്റും സ്വാതന്ത്ര്യദിന ക്യൂസുകൾ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓരോ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ. അപ്പോൾ സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? ഉത്തരം എല്ലാവരും ഗസ് ചെയ്ത് നോക്കുക. ശരിയായ ഉത്തരം വരുന്നത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര്? സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. സ്വാതന്ത്ര്യ സമരത്തിൽ സമ്പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. കൂടെ തന്നെ എല്ലാവരും പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. 1947. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം 1947 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം നോക്കിക്കോളൂ. ലോർഡ് മൗണ്ട് ബാറ്റൺ. ലോർഡ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആയിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരൊക്കെയാണ്? ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ എല്ലാവരും പറഞ്ഞോളൂ. എല്ലാവർക്കും ഈ ഒരു ഉത്തരം അറിയായിരിക്കുമല്ലോ. ആരാണ്? ലാൽ ബാൽ പാൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ. മറന്നു പോരുത് കേട്ടോ, ഓർത്ത് വെച്ച് പഠിച്ചോളുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാര്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത്. പ്രധാനപ്പെട്ട ചോദ്യം, പഠിച്ചു വെച്ചോളുക. അടുത്ത ചോദ്യം നോക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഇതാണ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത്. യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വച്ചാണ്? വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വച്ചിട്ടാണ്? ഉത്തരം നോക്കിക്കോളൂ. 1896 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ. അപ്പോൾ വന്ദേ മാതരം എന്ന ഗാനം ആദ്യമായി ആലപിച്ചത് 1896 എവിടെ വെച്ച്? കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഓർത്തു വെക്കുക, നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. എല്ലാവർക്കും അറിയായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം എല്ലാവരും പറയൂ. ഇന്ത്യയുടെ ദേശീയ പക്ഷി യെസ്, മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? അറിയാത്തവരുണ്ടോ? അറിയാവുന്നവർ പെട്ടെന്ന് ഉത്തരം പറയൂ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം യെസ്, താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം നോക്കൂ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചതാര്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമരകാലത്ത് ഹരിജൻ എന്ന പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നവജീവൻ എന്ന പത്രവും ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. കൂട്ടത്തിൽ പഠിച്ചു വെച്ചോളുക, ഹരിജൻ എന്ന പത്രവും ആരംഭിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഉത്തരം വരുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. മറന്നുപോകരുത്, പഠിച്ചു വെക്കുക. സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചതാര്? സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചതാരാണ്? ഉത്തരം വരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ, പ്രധാനപ്പെട്ടതാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആര്? സ്വാതന്ത്ര്യ സമരകാലത്ത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വരുന്നത് ആനി ബസന്റ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചതാരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഉത്തരം നോക്കൂ, 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? സ്വാതന്ത്ര്യ സമരകാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ഉത്തർപ്രദേശ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തിയാണ് കാനിങ് പ്രഭു. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിച്ചു വെച്ചോളുക. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നൽകാം. ആരൊക്കെയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ചോദ്യം ഇതാണ്, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ടൈമിലെത്തും. ഓക്കെ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.